പിന്നെ ആരും സംസാരിക്കാത്ത ഒരു കാര്യമാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. UK എനിക്ക് തോന്നുന്നു ഹയർ റിസ്ക് പ്രഗ്നൻസിയും പ്രൈവറ്റ് ഹോസ്പിറ്റലും കൂടെ ആകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ. അപ്പൊ ഞാൻ ഒരു അക്ഷരം പോലും പുറത്ത് അലറി വിളിക്കുക ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. എന്റെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ അഫ്സാന, ഒരു ഹെൽത്ത് പ്രൊഫഷനാണ്. ഇവിടുത്തെ NHSലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ എന്റെ തേർഡ് ട്രൈമസ്റ്റർ എക്സ്പീരിയൻസിനെ പറ്റിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ എന്തൊക്കെയാണ് തേർഡ് ട്രൈമസ്റ്ററിൽ ഞാൻ ഫേസ് ചെയ്തത് എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ വീഡിയോ ഫുള്ള് കാണാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഞാൻ ഇന്ത്യയിലോട്ട് ട്രാവൽ ചെയ്തു. ഡ്യൂറിങ് മൈ തേർഡ് ട്രൈമസ്റ്ററിലാണ് ഞാൻ ഇന്ത്യയിലോട്ട് ട്രാവൽ ചെയ്തത്. നിങ്ങൾക്കറിയാം UK to India ഇസ് എ ലോങ് ഫ്ലൈറ്റ്, 15-hour ഫ്ലൈറ്റ് ആണ്. സോ എന്തൊക്കെയാണ് ഞാൻ ആ സമയത്ത് ചെയ്തത് എന്നൊക്കെ ഉള്ളത് ഒരു വീഡിയോ ഉണ്ട്. സോ അത് കാണാൻ മറക്കണ്ട. നിങ്ങൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അഫ്കോഴ്സ് ആ വീഡിയോ കാണാം. എന്തുകൊണ്ട് ഞാൻ ഇന്ത്യയിൽ പോയെന്ന് വെച്ചാൽ, ഞാൻ ഡെലിവറി ചെയ്യാനാണ് ഇന്ത്യയിൽ പോയത്. ഞാൻ എൻ്റെ മെറ്റേണിറ്റി ലീവ് എടുത്തിട്ടാണ് ഞാൻ ഇന്ത്യയിൽ പോയത്. കാരണം എനിക്ക് കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയി തോന്നിയത് ഇന്ത്യയിൽ ഡെലിവറി ചെയ്യുന്നതാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് ഇന്ത്യയിൽ ഡെലിവറി ചെയ്യുക. ആസ് പെർ മൈ എക്സ്പീരിയൻസ് അതാണ് ഞാൻ എടുത്ത വൺ ഓഫ് ദ ബെസ്റ്റ് തീരുമാനമെന്ന് പറയാം. വേണമെങ്കിൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം. സോ കമൻറ്റ് ചെയ്യുക. സെക്കൻഡ് കാര്യം എന്ന് പറയുന്നത് പോളിഹൈഡ്രാമിനോസ്. കുറച്ച് പേർക്ക് അതിനെപ്പറ്റി അറിയാമായിരിക്കും. സോ എനിക്ക് ലാസ്റ്റ് 9 മന്തിലാണ് പോളിഹൈഡ്രാമിനോസ് ഉണ്ടെന്ന് ഡിറ്റക്ട് ചെയ്തത്. ഒരുപക്ഷെ ഞാൻ UK-ലായിരുന്നെങ്കിൽ ഒരിക്കലും അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം എനിക്ക് ഒരു സിംറ്റംസും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. ഞാൻ നോർമലായിരുന്നു. സോ നമ്മുടെ നാട്ടിലാകുമ്പോൾ അവർ ഓരോ സമയത്തും അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യും. ഇവിടെ ആകുമ്പോൾ അങ്ങനെ ചെയ്യത്തില്ല, UK-ലാകുമ്പോഴത്തേക്ക്. സോ അങ്ങനെ നാട്ടിൽ അത് ചെയ്തതുകൊണ്ടാണ് എനിക്ക് പോളിഹൈഡ്രാമിനോസ് ആണെന്ന് ഡിറ്റക്ട് ചെയ്തത്. സോ അങ്ങനെ അത് ഹൈ റിസ്ക് പ്രഗ്നൻസിയും പ്രൈവറ്റ് ഹോസ്പിറ്റലും കൂടെ ആകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ ഹൈ റിസ്ക് പ്രഗ്നൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി ഞാൻ അല്ലാതൊരു സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഡീറ്റെയിൽഡ് സ്കാൻ. അതിൽ കുഞ്ഞിൻ്റെ തല വലുതാണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ നന്നായിട്ട് പേടിപ്പിച്ചായിരുന്നു. എനിക്കിത്രേ പറയാനുള്ളൂ, നമ്മളെ മൈൻഡ് സ്ട്രോങ് ആണ്. നമ്മൾ നന്നായിട്ട് ദൈവത്തിനടുത്ത് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണെങ്കിൽ, നമുക്ക് ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ബാഡായിട്ടൊന്നും സംഭവിക്കത്തില്ല. സോ ആ ഒരു സമയത്ത് ആകെയുള്ളൊരു ഹോപ്പ് എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. കാരണം നമുക്ക് അതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അവർക്ക് പോലും കൺഫേം ചെയ്യാൻ പറ്റുന്നില്ല എന്താണ് പ്രശ്നമൊന്നും. സോ അങ്ങനെ കുറേ കാര്യങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. സോ എനിക്കിത്രേ പറയുള്ളൂ, ആവശ്യമില്ലാണ്ട് ടെൻഷൻ അടിക്കരുത്. കാരണം നിങ്ങളുടെ ബേബിക്കും കൂടെ അത് കേടാണ്. നമ്മൾ മൈൻഡ് സ്ട്രോങ് ആണ്. എന്ത് വന്നാലും നമ്മൾ നേരിടും എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണെങ്കിൽ നമുക്ക് ലൈഫിൽ എന്ത് നേരിടാൻ പറ്റും. അത് ഏറ്റവും വലിയ എക്സാമ്പിൾ നമ്മളുടെ പ്രഗ്നൻസിയും പോസ്റ്റ്പാർട്ടം ഒക്കെ തന്നെയാണ്. നമ്പർ 3 എന്ന് പറയുന്ന എക്സസൈസസ് ആണ്. എനിക്കൊരു ചൈൽഡ് ബർത്ത് എഡ്യൂക്കേറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് ഞാൻ എക്സസൈസ് എല്ലാം ചെയ്തത്. എക്സസൈസ് എന്ന് പറയുമ്പം നമുക്ക് ഒരുവിധം ഒരു ഐഡിയ ഉണ്ടാവും എന്തൊക്കെ എക്സസൈസ് ആണ് ചെയ്യുന്നത്. നമ്മൾ ലേബർ ഇൻഡ്യൂസ് ചെയ്യും. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങളുടെ പൊസിഷൻ, കുട്ടിയുടെ പൊസിഷൻ സെഫാലിക് ആണെങ്കിൽ മാത്രമേ നിങ്ങൾ എക്സസൈസ് ചെയ്ത് തുടങ്ങാവുള്ളൂ. എൻ്റെത് സെഫാലിക് ആയിരുന്നു ആദ്യമൊക്കെ സ്കാൻ ചെയ്തപ്പോൾ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഹൈ റിസ്ക് പ്രഗ്നൻസി വന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു 30 വീക്ക് തൊട്ടൊക്കെ ഞാൻ ഭയങ്കര സ്ലൈറ്റായിട്ട് എക്സസൈസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളായിരുന്നുള്ളൂ. ഒരുപാട് ആക്റ്റീവ് ആയില്ല. അപ്പം 34 കഴിഞ്ഞപ്പോഴാണ് ഇത് ഡിറ്റക്ട് ചെയ്തത്. സോ മാത്രമല്ല പോളിഹൈഡ്രാമിനോസ് കൊണ്ട് കുട്ടിയുടെ തല കറക്റ്റ് പൊസിഷൻ അല്ലായിരുന്നു, കുറച്ച് ടിൽറ്റഡ് ആയിരുന്നു. സോ അതുകൊണ്ട് എനിക്ക് കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ അടുത്ത് ഡോക്ടർ എക്സസൈസും കുനിയെ ചെയ്യരുത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പെട്ടെന്ന് ഇതാവുള്ള എന്തെങ്കിലും വാട്ടർ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പം അല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ എക്സസൈസ് ഒരു 30 വീക്ക് തൊട്ടെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം. നന്നായിട്ട് എക്സസൈസ് ചെയ്യണം. നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ പ്രത്യേകിച്ച് മുതിർന്നവരൊക്കെ വന്നിട്ട് പറയും മുറ്റം അടിക്കണം, അങ്ങനെയൊക്കെ ചെയ്താലേ ഇതാവുള്ളൂ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. മുറ്റം അടിക്കുന്നതും കറക്റ്റ് ഇതിലൊന്നും അല്ല നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മളെയാണ് സാരമായിട്ട് ബാധിക്കാൻ പോകുന്നത്. സോ ആവശ്യമില്ലാത്ത എക്സസൈസ് ഒന്നും ചെയ്യണ്ട. നമുക്ക് ഡോക്ടർ അല്ലെങ്കിൽ നമ്മളൊരു ചൈൽഡ് ബർത്ത് എക്സ്പേർട്ട് പറഞ്ഞു തരുന്ന രീതിയിലുള്ള എക്സസൈസ് മാത്രമേ ചെയ്യാവുള്ളൂ. എനിക്ക് ഡോക്ടറിന് നിങ്ങൾക്ക് ചോദിക്കാം എന്ത് കാര്യം ഉണ്ടെങ്കിലും. പിന്നെ നിങ്ങൾ ഡേറ്റ്സ് കഴിക്കുന്നത് സ്റ്റാർട്ട് ചെയ്യണം. ഒരു പ്രത്യേകതരം ഡേറ്റ്സ് കഴിച്ചാൽ നമ്മുടെ ലേബർ കറക്റ്റ് സമയത്ത് ഇൻഡ്യൂസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഞാനത് 28 വീക്സ് തൊട്ട് ഞാൻ ഡേറ്റ്സ് കഴിക്കാൻ തുടങ്ങി. ചൈൽഡ് ബർത്ത് എക്സ്പേർട്ടൊക്കെ പറയുന്നത് ഒരു ദിവസം 6 ഡേറ്റ്സ് ഒക്കെ കഴിക്കണമെന്നാണ്. പക്ഷെ ഞാൻ 6 ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ഞാൻ 4-5 ഒക്കെയാണ് കഴിച്ചിട്ടുള്ളത്. അതിനുശേഷമാണ് പിന്നെ ഈ പോളിഹൈഡ്രാമിനോസ് വന്നപ്പോഴത്തേക്ക് ഞാൻ ഡേറ്റ്സ് കഴിക്കുന്നത് നിർത്തിയായിരുന്നു. പിന്നെ ആരും സംസാരിക്കാത്ത ഒരു കാര്യമാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. UK-ൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം എല്ലാവർക്കും അവർ എഡ്യൂക്കേറ്റ് ചെയ്യും. പക്ഷെ നാട്ടിൽ ഇതിനെപ്പറ്റി ആരും സംസാരിക്കാറില്ല. അതായത് സെക്സ് ഇൻ ദ പ്രഗ്നൻസി, എസ്പെഷ്യലി സെക്സ് ഇൻ തേർഡ് ട്രൈമസ്റ്റർ. നമുക്ക് സെക്സ് ചെയ്യാം തേർഡ് ട്രൈമസ്റ്ററിൽ, അതിനൊരു പ്രശ്നമില്ല. കുറേ മിത്സ് ഉണ്ട്. അതായത് തേർഡ് ട്രൈമസ്റ്ററിൽ സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം വരും, വാട്ടർ ബ്രേക്ക് ചെയ്യും, അങ്ങനെയുള്ള ഒന്നുമില്ല. നിങ്ങളുടെ പ്രഗ്നൻസി ഹെൽത്തിയാണ്, ഹൈ റിസ്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക്
എത്ര ഹാർഡായിട്ടുള്ള സെക്സ് വേണമെങ്കിലും ചെയ്യാം. അത് നിങ്ങളുടെ ബേബീനെയും നിങ്ങളെയും ഒരിക്കലും അഫക്റ്റ് ചെയ്യില്ല. മാത്രമല്ല സെക്സ് ചെയ്യുന്നത് ഈ സമയത്ത് നല്ലതും കൂടെയാണ്. അതായത് മോമിൻ്റെ ഹോർമോൺസ് എല്ലാം നല്ല രീതിയിൽ ആക്ടിവേറ്റ് ആവും. മാത്രമല്ല ഈ സെമനിലുള്ള പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ നമ്മൾക്ക് ലേബർ ഇൻഡ്യൂസ് ആവാൻ ഹെൽപ്പ് ചെയ്യും. സോ അത് ഭയങ്കര നല്ലതെന്നാണ് പറയുന്നത് 3rd trimester. സോ സെക്സ് ചെയ്യുന്നത് ഒരു പ്രശ്നമേ അല്ല. യു ക്യാൻ ഡു ദാറ്റ്. പിന്നെ ഫുഡ്, ഓഫ് കോഴ്സ് നിങ്ങൾ നല്ലൊരു ഹെൽത്തി മീൽ തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന, ആവശ്യമില്ലാത്ത ജങ്കീസ് ഒന്നും കഴിക്കരുത്. മാത്രമല്ല നല്ല ഫുഡ്, കറക്റ്റ് വൈറ്റമിൻ, പ്രോട്ടീൻ റിച്ച്, ഫൈബർ, അയൺ ഇതൊക്കെ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാം. എല്ലാം നമ്മുടെ ഫുഡിലൊന്നും കാര്യമില്ല, പക്ഷെ ഫുഡിൽ കാര്യമുണ്ട്. നിങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ പ്രഗ്നൻസി ടൈമിൽ ബെറീസ്, പിന്നെ അവക്കാഡോ, അങ്ങനെയുള്ള നല്ല ഫ്രൂട്ട്സ്, നല്ല ക്വാളിറ്റിയുള്ള ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ബേബിയിൽ ഉറപ്പായിട്ടും പ്രതിഫലിക്കും. ഞാൻ എൻ്റെ പ്രഗ്നൻസിയിൽ അജിനോമോട്ടോ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഒരുവിധമുള്ള എല്ലാ ഫുഡൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ഒരുവിധമുള്ള ഫുഡൊക്കെ ഞാൻ ഫാസ്റ്റ് ഫുഡ് അതെല്ലാം ഞാൻ ഒഴിവാക്കിയായിരുന്നു. നൂഡിൽസ് കഴിക്കത്തില്ലായിരുന്നു, ലേസ് അങ്ങനെയുള്ള ഒരു സാധനം കഴിക്കത്തില്ല, പിന്നെ കോക്ക് അങ്ങനെയുള്ള ഒരു സംഭവം കുടിക്കത്തില്ലായിരുന്നു. ഞാൻ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയിരുന്നു. കാരണം നമ്മളത് കോൺഷ്യസ് ആയില്ലെങ്കിൽ വേറെ ആര് കോൺഷ്യസ് ആവണം? നമ്മളെ ബേബി നമ്മളുടെ വയറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല ഫുഡ് കഴിച്ചാൽ മാത്രമേ അവർക്ക് അതിനുള്ളതായ ഗുണങ്ങൾ ഉണ്ടാവുള്ളൂ. സോ ഞാൻ അതിലൊക്കെ ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു. ചിലർ അതിൽ കോൺഷ്യസ് ആവത്തില്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ബട്ട് ഡോണ്ട് ജഡ്ജ് എനിവൺ. ലൈക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അജിനോമോട്ടോ കലർന്നുള്ള ഒരുവിധമുള്ള ഫുഡൊക്കെ ഒഴിവാക്കുമായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് ഓർത്ത് വന്നിട്ട് പറയുന്നു അങ്ങനെയൊക്കെ പറ്റുമോ, അജിനോമോട്ടൊക്കെ ഒഴിവാക്കിയിട്ടുള്ള ഫുഡൊക്കെ പറ്റും. ശരി, അജിനോമോട്ടോ നമ്മൾ കുഞ്ഞിനെ ബാധിക്കുന്ന കാര്യമൊന്നുമല്ല, കഴിച്ചൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് ഓരോരുത്തരും ഇഷ്ടമാണ്. ചിലർ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ഓരോന്നും ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ചെയ്യാൻ വേണ്ടി എന്തിനാ അവരെ ജഡ്ജ് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് വൺ, പ്രിപ്പറേഷൻ ഓഫ് ലേബർ. അപ്പം നിങ്ങൾ ലേബർ അടുക്കാറായി. എനിക്കറിയാം എല്ലാ അമ്മമാർക്കും അതിൻ്റെതായ ടെൻഷൻ ഉണ്ടാവും. എങ്ങനെ ആയിരിക്കും എൻ്റെ ബേബീനെ, ഹെൽത്തി ആയിരിക്കോ, ഓക്കെ ആയിരിക്കോ, എങ്ങനെ ആയിരിക്കും, അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് നമ്മളുടെ മൈൻഡിൽ കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. പക്ഷെ എനിക്ക് ഇത്രേ പറയാവുള്ളൂ, നിങ്ങൾ സ്ട്രോങ് ആണ്. നമ്മളെ കൊണ്ട് പറ്റും, നമ്മളെ കൊണ്ട് മാത്രമേ അത് പറ്റുള്ളൂ. നമ്മൾ സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിട്ടുള്ള ലേബർ ആയിരിക്കും. എൻ്റെ ലേബർ ഒരുവിധം ഈസി എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ നൈസായിരുന്നു. കാരണം അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് എൻ്റെ മൈൻഡ് സെറ്റ് തന്നെയായിരുന്നു. ഞാൻ ഒരക്ഷരം പോലും പുറത്ത് അലറി വിളിക്കുക ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. എൻ്റെ ബ്രീത്തിങ് എക്സസൈസ് തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഇതിനെപ്പറ്റിയൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യാനെങ്കിൽ ഇതിന് വേണ്ടിയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യാം. കാരണം ഇത് അല്ലെങ്കിൽ ഇത് ഒരുപാട് ലോങ് ആയിപ്പോവും. പിന്നെ ഹോസ്പിറ്റൽ ബാഗ്, ഞാൻ ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക് അതാണ്. അതായത് ഇന്നല്ലെങ്കിൽ നാളെ എന്നും പറഞ്ഞിട്ട് ഞാൻ നീട്ടി കൊണ്ടുപോയി ഹോസ്പിറ്റൽ ബാഗ്. ലാസ്റ്റ് എൻ്റെ ഡെലിവറി ഇൻഡ്യൂസ് ലേബർ ആയിരുന്നു, എൻ്റെ 37th വീക്കിലായിരുന്നു. സോ ആ ഒരു സമയത്താണ് ഞാൻ മറ്റേ എല്ലാം വാരി ഇട്ട് പാക്ക് ചെയ്തത്. ഭയങ്കര തെറ്റാണ്, നിങ്ങളത് ചെയ്യരുത്. നേരത്തെ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്ത് വെക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 29 വീക്കെങ്കിലാകുമ്പോൾ നിങ്ങൾ പാക്ക് ചെയ്ത് വെക്കണം. കാരണം എപ്പോഴാണ് നമുക്ക് ലേബർ പെയിൻ വരുന്നതെന്നോ ഒന്നും പറയാൻ പറ്റില്ല. ലേബർ പെയിൻ എന്താണ്, എപ്പോഴാണ് വരുന്നത്, എത്ര നേരം നിൽക്കും, ആക്റ്റീവ് ലേബർ ഏതാണ്, ട്രാൻസിഷൻ ടൈം എപ്പോഴാണ്, ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളെല്ലാം നിങ്ങൾ വായിക്കുക. കാരണം ബ്രാക്സ്റ്റൺ ഹിക്സ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഫോൾസ് ലേബർ പെയിൻ. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് തോന്നും അയ്യോ നമ്മൾ പ്രസവിക്കാൻ പോകുന്നു, പക്ഷെ അതായിരിക്കത്തില്ല. ചിലപ്പോൾ അത് ഫോൾസ് ലേബർ പെയിൻ ആയിരിക്കും. സോ അതിനെ പറ്റിയൊക്കെ നമ്മൾ നന്നായിട്ട് എഡ്യൂക്കേറ്റ് ആവുക. നമ്മൾ എഡ്യൂക്കേറ്റ് ആവുന്നതനുസരിച്ച് ഇരിക്കുള്ളൂ നമ്മളുടെ കാര്യങ്ങൾ. സോ എനിക്ക് മോംസിൽ ഇത്രേ പറയുള്ളൂ, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, നിങ്ങൾ അടിപൊളിയാണ്, നിങ്ങളെ കൊണ്ടേ പറ്റുള്ളൂ. ആവശ്യമില്ലാതെ അയ്യോ എനിക്ക് പ്രസവിക്കണമെന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിക്കാതിരിക്കുക. അതൊക്കെ അതിൻ്റെതായ ഫ്ലോയിൽ അങ്ങ് നടന്നോളും. അഫ്കോഴ്സ് ഞാൻ ഇത്ര കൂളായിട്ട് പറയുന്നെങ്കിലും ഞാൻ പ്രസവിക്കാൻ പോകുന്നതിന് മുന്നേ ഇൻഡ്യൂസ് ചെയ്യുന്ന ആ സമയത്തൊക്കെ ഞാൻ വിചാരിച്ച് ഇറങ്ങി ഓടിയാലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അത്ര പേടിയായിട്ട്. പക്ഷേ നമുക്കൊരു ധൈര്യം വരും. ആ ധൈര്യത്തിലായിരിക്കും നമ്മളെല്ലാം ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണല്ലോ ദൈവം നമുക്ക് ആ ഒരു കാര്യം ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളെ കൊണ്ടേ പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. പിന്നെ യൂറിനറി ഇൻഫെക്ഷൻ വരാതെ നോക്കണം. ഈ ടൈമിലാണ് ഏറ്റവും കൂടുതൽ യൂറിനറി ഇൻഫെക്ഷൻ വരുന്നത്. ഞാൻ കൂടുതലും യൂറിനറി ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടി ക്രാൻബെറി ജ്യൂസൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു. സോ മാക്സിമം നിങ്ങളുടെ ഹെൽത്ത് നോക്കുക, നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് നോക്കുക. ഒരു വളകാപ്പോ എന്തെങ്കിലും ബേബി ഷവറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടത്താം. നിങ്ങളുടെ പീസ് ഓഫ് മൈൻഡിനെ ഹാപ്പി ആക്കും. കുറച്ച് ഗെയിംസ്, ഇഷ്ടമുള്ള ആൾക്കാരെ വിളിക്കുക, അങ്ങനെ സെലിബ്രേഷൻ ഉള്ളിരിക്കുക. കാരണം നിങ്ങൾ നിങ്ങളുടെ ബേബീനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണാൻ കൊതിക്കുന്ന ആളാണ്. സോ ബി ഹാപ്പി. അപ്പോൾ അടുത്ത പ്രാവശ്യം അടിപൊളി വീഡിയോ ആയിട്ട് പിന്നെ വരുന്നതാണ്. ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ, തേർഡ് ട്രൈമസ്റ്റർ കഴിഞ്ഞു. ഇനി എന്താണ് അടുത്ത വീഡിയോ ചെയ്യാനുള്ളത്? നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പം എല്ലാവർക്കും ബൈ.